ഹേ ഗൈസ്, അപ്പോൾ ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ കോളേജ് കഴിഞ്ഞൊരു വൈകുന്നേരത്തെ പറ്റിയാണ്. അപ്പോൾ ലീവ് ഒക്കെ കഴിഞ്ഞ് ഞാൻ സൺഡേ ഹോസ്റ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ക്ലാസ്സിൽ പോയി ഇന്നലെ വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇന്ന് എൻ്റെ ഒരു വൈകുന്നേരത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ബസ് കയറി നമ്മൾ നമ്മുടെ സ്റ്റോപ്പിലെത്തി. അവിടെ ഇറങ്ങി നമ്മൾ കടയിൽ കയറണമായിരുന്നു. അപ്പം നമ്മൾ കടയിൽ കയറിയിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങി. ഒരാളിവിടെ എന്തൊക്കെ വാങ്ങണം എന്നുള്ള സംശയമാണ്. ഈ കാണുന്ന സാധനം മൊത്തം കിട്ടി അത്രയും കാര്യം. പിന്നെ നമ്മൾ സാധനമൊക്കെ വാങ്ങിയിട്ട് നേരെ ഹോസ്റ്റലിലോട്ട് വന്നു. ഹോസ്റ്റലിൻ്റെ ഗേറ്റ് അടഞ്ഞ് കിടക്കായിരുന്നു. അത് തുറക്കാൻ ഞാൻ കുറച്ച് പാടുപെട്ടു. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിൽ വന്നു. ഞാൻ ഈ കാണുന്ന 2 ബിസ്ക്കറ്റും പിന്നെ അതുപോലെ തന്നെ പാലുമാണ് വാങ്ങിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് കുറച്ച് തുണിയൊക്കെ നമ്മുടെ യൂണിഫോം ഒക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകാൻ വേണ്ടി മുകളിലോട്ട് പോയി. മോളിൽ ചെന്നപ്പോഴാണ് ഗോയ്സ് തുണിയാക്കി കൊണ്ടിരിക്കുന്ന മറ്റൊരു കുട്ടിയെ ഞാൻ കണ്ടുമുട്ടിയത്. അവളെന്നെ യൂട്യൂബിൽ ഇടാനാണോ എന്ന് ചോദിക്കുമായിരുന്നു. പിന്നെ തുണിയൊക്കെ കഴുകാൻ വേണ്ടി വെള്ളമൊക്കെ പിടിച്ചു. അങ്ങനെ കഴുകി വന്നതിന് ശേഷം പിന്നെ കോഫി ഇട്ടു. ഗോയ്സ് പാലൊഴിച്ച് എല്ലാം സ്വന്തമായിട്ട് ചെയ്യണമല്ലോ, ഹോസ്റ്റലല്ലേ. അങ്ങനെ പാലൊക്കെ ഒഴിച്ച് നമ്മൾ കോഫി ഇട്ടു. എനിക്ക് കോഫിയേക്കാൾ കൂടുതൽ ഇഷ്ടം ചായയാണ് ഗോയ്സ്. നിങ്ങൾക്ക് എന്താ കൂടുതൽ ഇഷ്ടം എന്ന് പറയണേ. പിന്നെ ഒരു വിധത്തിൽ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഭയങ്കര വിശപ്പരുന്നതുകൊണ്ട് മാഗി ഉണ്ടാക്കി. മാഗി ഞാൻ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അത് ബാഗിലിട്ട് മൊത്തം പൊടിഞ്ഞു പോയി. പിന്നെ മാഗിയൊക്കെ ഉണ്ടാക്കി. ഞാൻ മാഗി ഉണ്ടാക്കാൻ നേരം ഒരാൾ കൂടെ വന്ന് സഹായത്തിന് നിൽപ്പുണ്ടായിരുന്നേ. കുളിയൊക്കെ കഴിഞ്ഞ് നേരെ വന്ന് കുട്ടി മാഗി ഉണ്ടാക്കാറുണ്ട്. ഭയങ്കര പറയുന്നുണ്ടായിരുന്നു അവിടെ ഒന്നും വീഡിയോ ഇടല്ലേന്ന്. പിന്നെ ഞാൻ ഇടുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവൾ പിന്നെ മാഗി ഉണ്ടാക്കാൻ എന്നെ വളരെയധികം സഹായിച്ചു. അവൾ മാഗി ഉണ്ടാക്കുന്നത് മാത്രം വേണം എനിക്കൊരു വീഡിയോ ആക്കാൻ ഗോയ്സ്. അങ്ങനെ അത്രയും നേരം അവൾ മാഗി ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ചിലവഴിച്ചു. പിന്നെ മാഗിയൊക്കെ റെഡിയായി. നമ്മളതൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം ചായ കുടിക്കാനായിട്ട് പോയി. ചായ അല്ല, കോഫി. നമ്മൾ ആദ്യം കോഫി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോഫിയൊക്കെ ഒഴിച്ച് പിന്നെ മാഗിയൊക്കെ കഴിച്ച് ഇന്നത്തെ വൈകുന്നേരം ഇങ്ങനെയൊക്കെ പോയി ഗീസ്. അപ്പം ഇനിയും കാണാം. ഓക്കെ, ബൈ.